രാഷ്ട്രീയത്തിലേക്ക് വരണമെന്നൊരു തോന്നൽ ഈ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ കുറച്ചുകൂടിയും ജനങ്ങളെ സേവിക്കാൻ അത് നല്ലൊരു മാർഗ്ഗമാണ് എന്ന് തോന്നിയിട്ടില്ലേ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഒരു പ്രൊഫഷണൽ ഡിഗ്രി എടുത്ത് ഞാൻ പഠിത്തം കഴിഞ്ഞപ്പോൾ തൊട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10-15 വർഷങ്ങളായിട്ട് സോഷ്യൽ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തന്നെ എൻ്റെ മന്ന ട്രസ്റ്റും ഉണ്ട്. മെലോഡിയ എന്ന് പറഞ്ഞ് ഒരു കൊയർ ഗ്രൂപ്പും ഉണ്ട്. മെലോഡിയയും ഒരു കൊയർ ഗ്രൂപ്പാണെങ്കിൽ തന്നെയും അതൊരു ചാരിറ്റി ബേസ്ഡ് ആണ്. അപ്പം ഇതിലെല്ലാം ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ആക്ടിവിറ്റീസുമായിട്ട് മുമ്പോട്ട് പോകുന്നു. രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ മറ്റൊരാളെ സഹായിക്കാൻ പറ്റൂ എന്നുള്ളൊരു ചിന്ത എനിക്കില്ല. എത്രയോ വ്യക്തികൾ നമ്മുടെ ചുറ്റുവട്ടം കാണാം. ഞാനൊന്നും ചെയ്യുന്ന ഒന്നുമല്ല എന്ന് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകളെ പല രീതിയിൽ ചെയ്യുന്നത്. പക്ഷേ ഒരു സെഗ്മെൻറ്റിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ലക്ഷക്കണക്കിന് ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ സഹായിക്കുന്ന ഒരുപാട് സോഷ്യൽ വർക്കേഴ്സിനെ കാണാൻ സാധിക്കും, സാധാരണക്കാരെ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം ചെയ്താൽ മാത്രമേ നമുക്ക് വ്യക്തികളെ സഹായിക്കാൻ പറ്റുള്ളൂ എന്നില്ല. പക്ഷേ രാഷ്ട്രീയക്കാർക്ക് കുറച്ചുകൂടെ പോളിസി മേക്കേഴ്സ് ആയതുകൊണ്ട് അങ്ങനത്തെ കുറച്ചുകൂടെ സ്ട്രെങ്സ് അവർക്ക് കിട്ടും. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഓരോ സീറ്റും പിടിക്കുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ചില സീറ്റുകൾ ഒരുപക്ഷെ പരമ്പരാഗതമായി ജയിക്കേണ്ടിയിരുന്ന സീറ്റുകൾ, അവിടെ ഡോക്ടർ മറിയ വന്നാൽ നന്നായിരിക്കും, ജയസാധ്യതയുണ്ട് കൂടുതൽ എന്ന് പറയുകയാണ് നേതാക്കളെങ്കിൽ, പാർട്ടി അത്തരമൊരു നിയോഗം ഏൽപ്പിക്കുകയാണെങ്കിൽ അതിന് കുടുംബത്തിൻ്റെ കൂടി ഒരു പിന്തുണയുണ്ടെങ്കിൽ അതൊരു സാധ്യതയായി പരിഗണിച്ചുകൂടെ, അല്ലെങ്കിൽ അത്തരമൊരു നിയോഗത്തെ സ്വീകരിച്ചുകൂടെ എന്നൊരു ചോദ്യം അപ്പോഴും അവിടെയുണ്ട്. പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളിയിലൊക്കെ ഇപ്പോൾ സജീവമായി തന്നെ ഡോക്ടർ മറിയയുടെ പേരുകൾ കേൾക്കുന്നുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല സ്ഥലങ്ങളിലും പരിപാടിക്ക് പോകാറുണ്ട്. അപ്പം ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴും നമ്മളോട് പലരും വന്ന് കൂടുതൽ ആക്റ്റീവ് ആകണം, മുമ്പോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഒരുപാട് എൻകറേജ് ചെയ്യാറുണ്ട്. മുമ്പോട്ട് വരണം എന്ന് പറയണം. അതൊക്കെ അത് അപ്പയോടുള്ള സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതൊക്കെ വളരെ സ്നേഹത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കരിയർ, എൻ്റെ മുമ്പിലുള്ള ഇപ്പോഴുള്ള എൻ്റെ സോഷ്യൽ ആക്ടിവിറ്റീസ്, അതുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ഇപ്പോഴുള്ള പ്ലാൻ. പിന്നെ അങ്ങനൊരു ആവശ്യവുമായിട്ട് വരികയാണെങ്കിൽ ആ സമയത്ത് എല്ലാവരുമായിട്ട് ചിന്തിച്ച് കുടുംബവുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കണമെന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇങ്ങനെ തന്നെ പോകാനാണ് ഉദ്ദേശിക്കുന്നത്.